നല്ല പടമാണ്. മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്ന, മൂല്യം കൽപ്പിക്കുന്ന ഏതൊരു മനുഷ്യനും കണ്ണ് നനയാതെ ഈ സിനിമ കണ്ടു തീർക്കാൻ പറ്റില്ല. നിവിൻ പോളി എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് വഴി വെട്ടി വന്നവനാന്നുള്ള തെളിവ് ഈ സിനിമ തന്നെയാണ്. ഈ സിനിമ നിങ്ങൾ അച്ഛനമ്മമാർ കാണുക, സഹോദരങ്ങൾ കാണുക, സഹോദരികൾ കാണുക, ഈ സമൂഹം കാണുക, ബാംഗ്ലൂരൊക്കെ പോയി പഠിക്കുന്ന ഒരു പറ്റം ആൾക്കാർ, നമ്മുടെ യുവത്വങ്ങൾ ഇത് കാണുക, ഈ സിനിമ കാണുക. ഇത് മനുഷ്യബന്ധങ്ങൾക്ക് മൂല്യം നൽകുന്ന ഒരു മനുഷ്യനും കണ്ണു നനയാതെ കാണാൻ പറ്റില്ല ഈ സിനിമ. അത്ര നല്ല ഗംഭീര സിനിമയാണ്, ഗംഭീര സ്ക്രിപ്റ്റാണ്. ഈ സിനിമ ഹിറ്റാണ്. ഫാമിലി ഓഡിയൻസ് നല്ലൊരു പടം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നല്ലൊരു ഫീൽ കിട്ടുമ്പോൾ നമ്മുടെ ട്രാഫിക്കിൻ്റെ ഒക്കെ ഒരു മോഡൽ ഒറ്റ ദിവസം കൊണ്ട് പോകുന്നൊരു സിനിമയാണ്. എനിക്ക് നിവിൻ പോളിയേക്കാൾ നല്ല സംഗീത ഉഗ്രനായിട്ടുണ്ട്. സംഗീതമാണ് മെയിൻ കൈകാര്യം ചെയ്യുന്നത്, റോള് കൈകാര്യം ചെയ്യുന്നത്. സംഗീതൻ്റെ ഒരു കരിയർ ബെസ്റ്റ് ആയിട്ടുണ്ട് പടം കേട്ടോ. നിവിൻ പോളിയും കൊള്ളാം, പക്ഷേ ഇതിനകത്ത് റോള് കൂടുതൽ സംഗീതനാണ് മെയിൻ റോള് കൈകാര്യം ചെയ്യുന്നത്. വലിയ എല്ലാം കൊള്ള കുഴപ്പമില്ല. നല്ലൊരു സസ്പെൻസ്, അവസാനം നല്ലൊരു സസ്പെൻസിൻ്റെ പടം തീരുന്നത്. നല്ലൊരു പടം, ട്രാഫിക്കിൻ്റെ മോഡൽ ഒരു പടം ചർച്ച ചെയ്യുന്നൊരു കഥയാണ്. ഇത് ഈടെ നടന്ന ഒരു സംഭവം പോലെ തോന്നുന്നുണ്ട്. പത്രത്തിൽ ഒരു വാർത്ത കണ്ടിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ല. എനിക്ക് ഇഷ്ടപ്പെട്ട സംഗീതം നല്ല റോൾ ഉഗ്രനായിട്ട് സംഗീതം ചെയ്തിട്ടുണ്ട്. നീമ്പുള്ളിയേക്കാളും ഒരു പടി മുന്നിൽ സംഗീതം പോയേക്കുന്നത് കേട്ടോ. നല്ല പടം, നല്ല ഉഗ്രം പടം. ഒരുപാട് സെൻറ്റിമെൻറ്റ്സുകളുണ്ട്, ട്വിസ്റ്റ് കുറേ ഉണ്ട്. നല്ല ഉഗ്രം സ്ക്രിപ്റ്റാണ്. ബോബി സഞ്ജയ് സ്ക്രിപ്റ്റ് ഉഗ്രനാണ്. ട്രെയിലർ എന്ത് പ്രതീക്ഷിച്ചു അതേപോലെ തന്നെ വന്നിട്ടുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ സംഗീതൻ്റെ ലിജോ മോളിൻ്റെ പെർഫോമൻസാണ്. പിന്നെ നിവിൻ പോളി ഒരു പഴയ ലാലുണ്ട്, സാധാരണക്കാരൻ ബോയിനെ സ്ലോ റോളും ചെയ്തിട്ടുണ്ട്. എല്ലാം കൊണ്ട് നല്ല മൂവി, നല്ല ടീമാണ്. ലിസ്റ്റിന് നല്ല കാശ് കിട്ടും. ഇത് സർവമായി കഴിഞ്ഞാൽ അടുത്ത 100 കോടിയാണ്. നിവിൻ്റെ ഒപ്പം ഏറ്റവും പെർഫോം ചെയ്ത സംഗീതമാണ്. സംഗീതം ലിജോ മോൾ തകർത്തുണ്ട്. സംഗീതം ലിജോ മോൾ ഏറ്റവും തകർത്തുണ്ട്. പിന്നെ നിവിൻ. കറണ്ട് സിറ്റുവേഷൻ ഒരുപാട് ട്വിസ്റ്റ് ഉണ്ട്. നല്ല ഉഗ്രം സ്ക്രിപ്റ്റാണ്. എന്തായാലും ഹിറ്റാണ് അവിടെ, ഉറപ്പാണ്. നല്ല പടം കണ്ടിരിക്കാൻ പറ്റിയ എന്താ പറയുന്നത്, നല്ല എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. പിന്നെ ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. നല്ലൊരു പടം, ഇമോഷണലി കണക്ട് ആവുന്നുണ്ട്. അപ്പോൾ എല്ലാവരും പടത്തിലേക്ക് പെട്ടെന്ന് തന്നെ ആവുന്നുണ്ട്. അല്ല, സംഗീതം നന്നായി ചെയ്തിട്ടുണ്ട്. സംഗീതം മാത്രമല്ല, അനുമോൾ, പുള്ളിക്കാരുടെ പേരെന്താ, എന്തോ ഒരു മോളാണല്ലോ. പുള്ളിക്കാരൻ നന്നായി ചെയ്തിട്ടുണ്ട്. നിവിൻ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. നല്ല പടം കൊള്ളാം. നല്ല പടം നല്ല ത്രില്ലറാണ്. ഇഷ്ടമായി. ഫസ്റ്റ് ഹിറ്റാവും. നല്ല ത്രില്ലറാണ്. ബോബി സഞ്ജയ് നല്ല സ്ക്രിപ്റ്റാണ്. പിന്നെ ഫസ്റ്റ് സീൻ തൊട്ട് തന്നെ കഥയിലോട്ടാണ്. അങ്ങനെ അനാവശ്യ സീനുകളൊന്നും, എല്ലാം കൊള്ളാം. നല്ല എല്ലാം ടെക്നിക്കൽ സൈഡാണെങ്കിലും കൊള്ളാം. സംഗീത പ്രതാപ്, ലിജോ മോള് നല്ലൊരു ഉഗ്ര അഭിനയമാണ്. ബേബി ഗേളാണ് അതിനകത്ത് നായിക. അങ്ങനെയാണ് പടം. ഭയങ്കര ത്രില്ലിംഗ് മൂവിയാണ്. സഞ്ജയ് സാറിൻ്റെ സ്ക്രിപ്റ്റ്, ഡിറക്ഷൻ ആൻഡ് എല്ലാ ആക്ടേഴ്സും വെൽ പെർഫോംഡ് ആണ്. ത്രില്ലിംഗ് ആയിരുന്നു. ഇത്ര നേരവും മനോഹരമായിട്ട് എടുത്തിട്ടുണ്ട്. എവ്രിതിങ് എല്ലാം കോംപ്ലിമെൻ്റ് ചെയ്യുന്നതായിരുന്നു. എവ്രിതിങ് സൂപ്പറായിരുന്നു. ഒറ്റ വാക്കിൽ സൂപ്പർ. ഇവൻ ഒന്നും പറയാനില്ല. എല്ലാവരും അങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. ഈച്ച് ആൻഡ് എവരി വൺ ചെറിയ റോള് ചെയ്തവർ തൊട്ട് നന്നായി ചെയ്തിട്ടുണ്ട്. വെരി ഗുഡ് സ്ക്രിപ്റ്റ് ആൻഡ് ഡിറക്ഷൻ, എവറിത്തിങ്, ആക്ടിങ്. ഗംഭീര തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. മെയിനായിട്ട് ഇതിൽ നിവിൻ പോളി എന്നുള്ള ഒരു താരത്തെ വെച്ചല്ല അവർ പ്രൊജക്റ്റ് ചെയ്തത്. അത് പ്രൊഡ്യൂസർ തന്നെ ഒരു ഇവൻറ്റിൽ പറഞ്ഞു അങ്ങനെ ഈ സിനിമയെ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ് ഈ സിനിമ കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഇതിനകത്ത് കഥയ്ക്കാണ് ഇതിനകത്ത് മെയിൻ ഇമ്പോർട്ടൻസ്. അഭിനയിച്ച എല്ലാവരും അടിപൊളിയായിട്ടുണ്ട്. സംഗീത്, ലിജോ മോള്, അഭിമന്യു എല്ലാവരും സൂപ്പറായിട്ടുണ്ട്. ടെക്നിക്കലി ബ്രില്യൻ്റ് ആണ്. പിന്നെ ആ പേര് സൂചിപ്പിക്കുന്ന പോലെ ആ ഒരു ബേബി ഗേൾ, പെൺകുട്ടി, അതിനെക്കുറിച്ചുള്ള ഒരു നല്ലൊരു മെസ്സേജും സിനിമ തരുന്നുണ്ട്. പിന്നെ 1-2 ദിവസത്തിനുള്ളിൽ നടക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ട്രാഫിക് പോലീസിങ്, അതുപോലെയുള്ള ത്രില്ലിംഗ് മൊമെൻറ്റ്സ്, അത് സാംസിയൻസിൻ്റെ BGMോടുകൂടി തിയേറ്ററിൽ കാണുമ്പോൾ ഗംഭീര ഗ്രിപ്പിംഗ് ആണ്. സമയം പോയത് അറിയേയില്ല. ഓരോ സീനും വളരെ നാച്ചുറലായിട്ട് ഒരു ത്രില്ലർ സിനിമയ്ക്ക് വേണ്ട രീതിയിൽ സിനിമയ്ക്കകത്ത് വരുന്നുണ്ട്. അവസാനം ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഇമോഷണലി കാണുന്നവരെ കണക്ട് ചെയ്യുന്ന രീതിയിൽ നല്ല മെസ്സേജുള്ള, നല്ല ത്രില്ലിംഗ് മൊമെൻറ്റ്സ് ഉള്ള ഒരു സിനിമയായിട്ടാണ്